ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. ഒരു സ്ഥലം കാണിച്ചു തരാം. ഒരു സ്ഥലത്തിൻ്റെ ഗേറ്റ് വന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് കണ്ടോ രണ്ടുപേരും നിൽക്കുന്നത്. എവിടെ സ്ഥലം? ചിന്നസ്വാമി സ്റ്റേഡിയം, ബാംഗ്ലൂർ. കഴിഞ്ഞ കളി നടന്നത് ആരുടെയായിരുന്നു? ബാംഗ്ലൂർ അല്ലായിരുന്നു. ആന്നേ, ബാംഗ്ലൂർ എത്തി നമ്മുടെ ലിസ്റ്റിലെ 5ാമത്തെ സ്പോട്ടിലാണ് കേട്ടോ നിൽക്കുന്നത്. ഹലോ നമസ്കാരം, ഞാൻ അമലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിലാണ് കേട്ടോ. കളിയൊക്കെ കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ മുന്നിലൊന്ന് വന്ന് കറങ്ങി തിരിഞ്ഞ് പോവുകയാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്താണ് കുബൻ പാർക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുബൻ പാർക്ക് കാണാനാണ് ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത്. RCBയുടെ ക്യാപ്പ് കുഞ്ഞമ്മ മേടിക്കുന്ന പറഞ്ഞുകൊണ്ട് ഇവൻ വിഷമിച്ച് നിൽക്കുക. ഇവൻ മുംബൈ ഫാൻസ് ആണ് കേട്ടോ. അപ്പോൾ മുംബൈയുടെ ജേഴ്സി ക്യാപ്പൊന്നും ഇല്ലാത്ത വിഷമത്തിലാണ് അവൻ നിൽക്കുന്നത്. എന്തായാലും ക്യാപ്പൊക്കെ മേടിച്ച് കുറച്ച് നേരം കൂടെ ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുമൊക്കെ കറങ്ങി നടന്നിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമൊക്കെ ഉണ്ടെന്നാണ് അല്ലുകൂട്ടം പറയുന്നത് കേട്ടോ. സംഭവം ശരിയാട്ടോ. അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അവിടെ നെറ്റൊക്കെ അടിച്ച് കവർ ചെയ്ത ഒരു സ്ഥലം നമുക്ക് ഇവിടെ കാണാം കേട്ടോ. അങ്ങനത്തെ ചിന്നസ്വാമി സ്റ്റേഡിയം കണ്ടിട്ട് നേരെ ഇവിടുന്ന് വെച്ച് പിടിച്ച് പോകുന്നത് കുബൻ പാർക്കിലേക്കാണ് കേട്ടോ. റിയൽ ലൈഫും എന്ന് പറയുന്ന പോലെ നമ്മൾ കുബൻ പാർക്കിൽ ചെന്നപ്പോൾ കാണാൻ പറ്റിയ കാഴ്ച ഇതായിരുന്നു കേട്ടോ. വേറൊന്നുമില്ല, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആ കാറ്റത്തും മഴയത്തും ഒക്കെ പാർക്കൊക്കെ നല്ല രീതിക്ക്, പാർക്ക് മാത്രമല്ല ബാംഗ്ലൂർ മൊത്തത്തിൽ അടിച്ച് തകർത്തിട്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതേ പാർക്കിലെത്തി കുറച്ച് കപ്പലിൻ്റെ മേടിച്ചൊരു അണ്ണാങ്കുഞ്ഞിനും കൊടുത്തിട്ട് ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി നടക്കുകയാണ് കേട്ടോ. എന്തായാലും നമ്മൾ റീലിലും വീഡിയോയിലും ഒന്നും കണ്ട പോലെയല്ല, മൊത്തത്തിൽ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. തറ ഫുള്ളായിട്ട് ഈ മരച്ചില്ലയിലൊക്കെ വീണ് ആകെപ്പാടെ കുളമായി കിടക്കുക നമ്മുടെ കുബൻ പാർക്ക്. എന്തായാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു പാർക്കാണ് കേട്ടോ. നമുക്ക് കുറച്ച് നേരം വന്ന് റിലാക്സ് ചെയ്യാനും കപ്പിൾസിനൊക്കെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും അതുപോലെ റീൽസൊക്കെ ഷൂട്ട് ചെയ്യാനും ഒക്കെ നല്ലൊരു സ്ഥലമാണ്. അതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു മ്യൂസിയം കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. അപ്പോൾ മ്യൂസിയം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ മ്യൂസിയത്തിനകത്ത് കയറി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ. നമ്മുടെ ഈ ചിന്നസ്വാമി സ്റ്റേഡിയവും കുബൻ പാർക്കും അതുപോലെ ഈ മ്യൂസിയവും അതുപോലെ ഇതിനകത്തുള്ള ഒരു അക്വേറിയം പാർക്കും കാര്യങ്ങളും ഒക്കെ അടുത്ത് തന്നെയാണ്. നമുക്ക് നടന്നു പോയി കാണാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. ഈ ഒരു മ്യൂസിയത്തിന് മുന്നിലായിട്ട് തന്നെ പുറത്തായിട്ട് തന്നെ ഒരു പഴയ കൽക്കരി എഞ്ചിൻ ട്രെയിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. ട്രാഫിക് പോലീസ് സ്റ്റേഷനാണിത്. പോലീസ് സ്റ്റേഷൻ കണ്ടുപഠിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു മ്യൂസിയത്തിന് മുന്നിലായിട്ട് റോഡ് സൈഡിലായിട്ട് ഒരു ഫൈറ്റർ പ്ലെയിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫൈറ്റർ പ്ലെയിൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല, ഒറിജിനൽ തന്നെയാണ് കേട്ടോ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അങ്ങനത്തെ ആ കാഴ്ചകളെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ കുബൻ പാർക്ക് മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് നേരെ പോകാൻ പോകുന്നത് നമ്മുടെ രാമേശ്വരം കഫേയിലേക്കാണ്. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരത്തെ രാമേശ്വരം കഫേയുടെ കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. വീണ്ടും കാണാം. ബൈ.